ആസാമിലെ മജുലി എന്ന് പറയുന്ന ദ്വീപിലാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ കണ്ടു കാണുമല്ലോ. നമ്മൾ ഇന്നലെ രാത്രിയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ പരിചയപ്പെടാം. ഇഷ്ടപ്പെട്ടോ എന്നോട്? പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ കുറേ അധികം സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈ ഇവരുടെ ട്രഡീഷണൽ രീതിയിൽ, കാരണം ഇവിടെ ഇഷ്ടംപോലെ ബാംബൂസ് ഉണ്ട്, ബാംബു ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബാംബു ഫോറസ്റ്റിൽ നിന്നും അവർ വെട്ടിക്കൊണ്ട് വന്ന് അവരുടേതായിട്ടുള്ള രീതിയിൽ പണിയിട്ടുള്ള കോട്ടേജിലാണ് ഇതെല്ലാം തന്നെ. സ്ട്രക്ചർ കണ്ടോ? ഇതൊരു ഹയർ ലെവല്, താഴോട്ട് വരുമ്പോഴേക്കും ഒരു കുഴി. ആ കുഴിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. പക്ഷേ അവർ ഇവിടുത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ പില്ലറുകളിലാണ് ഒരുക്കിയിരുത്തിയിരിക്കുന്നത്. പിന്നീട് വന്നിട്ട് ആ പില്ലറിൽ നമ്മളുടെ ആ ഒരു ബാംബു ഫോറസ്റ്റ് പണിഞ്ഞിരിക്കുകയാണ്, ബാംബു കോട്ടേജ് പണിഞ്ഞിരിക്കുകയാണ്. അടിപൊളിയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം തന്നെ. നല്ല രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര ആംബിയൻസാണ്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പഴയ സൈക്കിൾ കാണാം. ഇത് ശരിക്കും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഹിസ്റ്ററി. അതായത് 1980-കളിലാണ് ഇതിൻ്റെ കൺസർവേഷൻ കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നത്. അന്ന് അവരൊരു ഫ്രാൻസിൽ നിന്ന് വന്ന ദമ്പതികളാണ് ഇത് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ബോട്ട് സൈക്കിൾ ഉണ്ടാക്കി ആ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട്. ആ ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മളുടെ എൻ്റെ സെർവൻ്റൊക്കെയാണ് ഇവിടുത്തെ. നമ്മുടെ റൂമിൻ്റെ ഉൾഭാഗം കാണിക്കും. ഇവിടെ നമുക്ക് വൈകിട്ട് വന്നിരിക്കാനും ഒക്കെ പറ്റിയ ആംബിയൻസ് ഉള്ള സ്ഥലം. അവർ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നലെ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്ത് വിടുന്നതാണ്. പക്ഷേ റെസ്റ്റോറൻറ്റ് ഫുഡല്ല, നമ്മുടെ സ്വന്തം ഫുഡാണ് കഴിച്ചതെന്നേ ഉള്ളൂ. ഇപ്പോൾ റൂമിലോട്ട് കയറി കഴിഞ്ഞാലും അകത്ത് ഇത് ഇവിടുത്തെ തന്നെ മഡ് കൊണ്ട് ചെയ്തേക്കുന്ന വർക്കാണ്. പിന്നെ കട്ടിലായാലും എല്ലാം ബാംബു വർക്കാണ്, ഫുള്ളി ബാംബുവിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെയായിട്ടുള്ള ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്തേക്കുകയാണ്. അതിൻ്റെ മച്ചായാലും തടിയാണ്, തറയായാലും തടിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം സംഭവം എല്ലാം സെറ്റപ്പാണ്, അടിപൊളിയാണ്. നമ്മുടെ പഴയ അറയും വീടില്ലേ, അതായത് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പരിധി കൂടുതൽ തണുപ്പും ഒരു പരിധി കൂടുതൽ ചൂടും ആവത്തില്ല. നല്ല കംഫർട്ടാണ് നമുക്കിവിടെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. മഡാണ് ഇതെല്ലാം, ഫുള്ളി മഡാണ്. കട്ടിലൊക്കെ മുള എല്ലാം അതാണ് ചെയ്തേക്കുന്നത്. ഇവൻ ആ കർട്ടൻ പോലും അവര് നെയ്തെടുത്ത സംഭവം. ഇവിടുത്തെ വൈഷ്ണവ കൾച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് നമ്മുടെ മജുലി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ കുറെ സത്രാസ് ഉണ്ട്. സത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒന്ന് രണ്ട് സത്രാസിൽ പോകും. പിന്നെ അവിടെ കുറച്ച് മാസ്ക് മേക്കിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മാജുലിയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം. കണ്ണാ പോടാ. നമ്മൾ പറഞ്ഞല്ലോ ആസാമിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മാജുലി എന്ന്. അപ്പോൾ മാജുലിയിൽ പ്രധാനപ്പെട്ട സത്രങ്ങൾ എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളില്ലേ, അപ്പോൾ അതിനെക്കാട്ടി കുറച്ചൊരു ബ്രോഡറായിട്ടുള്ള കൺസെപ്റ്റാണ് ഇവിടുത്തെ സത്രങ്ങൾ എന്ന് പറയും. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈന്ദവ ആചാര്യനായിട്ടുള്ള ശ്രീമദ് ശങ്കരദേവനാണ് ഇവിടെ നിയോ വൈഷ്ണവിസം അല്ലെങ്കിൽ വൈഷ്ണവിസിൻ്റെ പുതിയൊരു അവതാരം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ സത്രം എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ നമ്മുടെ മാജുലി ദ്വീപിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവിടെ പ്രധാനമായിട്ട് 22 എണ്ണം ഉണ്ട്. അതിലൊരെണ്ണത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ആ ഒരു വൈഷ്ണവ കൾച്ചറും അവിടുത്തെ രീതികളും ഒക്കെ തന്നെ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ആസാമും മജുലിയൊക്കെ. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഈ സത്രങ്ങളെപ്പറ്റി നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ടൊന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഓരോ സത്രങ്ങളും മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതായത് ചിലപ്പം നൃത്തമാവാം, ചിലപ്പം സംഗീതമാവാം, ചിലപ്പം പെയിൻറ്റിങ്, ശില്പം, അതുപോലെ തന്നെ നാടകം. നമ്മുടെ ഈ മാസ്ക് മേക്കിങ് നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു, മാസ്ക് മേക്കിങ്, സമഗുരി സത്ര. അതുപോലെ ഇന്ന് നമ്മൾ പോകുന്ന ഈ സത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ആ ഒരു ലോക്കൽ ഫെസ്റ്റിവൽ ഒന്ന് കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ ശ്രീ ഓനിയാത്രി സത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് യാതൊരുവിധ ഐഡിയയുമില്ല ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മൾ ഏകദേശം എത്താറായി എങ്കിൽ പോലും നമുക്കൊരു വലിയ അങ്ങനെ എന്താണ് ഉത്സവത്തിൽ നമ്മുടെയൊക്കെ നാടെന്ന് പറയുമ്പോൾ ഒരു ഉത്സവം എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ ഒരുങ്ങി നിൽക്കും അല്ലേ. ഇവിടെ അങ്ങനെ ലൈറ്റും കാര്യങ്ങളോ അല്ല തിരക്കോ ഒന്നുമില്ല. ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കാണുമായിരിക്കും. അതെ, അവിടെ എത്തുമ്പോഴത്തേന് കാണുമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അവിടേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആസാമിലെ വൈഷ്ണവ ട്രഡീഷന്റെ കേന്ദ്രങ്ങളായ സത്രാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ അപ്പം അങ്ങനെ ഒരു സത്ര, അവിടെ ഒരു ഉത്സവമുണ്ട്, ശ്രീ ഓണിയാറ്റി സത്ര, അതാണ് ഈ സത്രത്തിന്റെ പേര്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുത്തെ ഫെസ്റ്റിവലൊക്കെ ഒന്ന് കാണുക, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തായാലും വന്ന സമയം തെറ്റിയില്ല. നല്ല കിട്ടിലും പെമ്പിള്ളേരൊക്കെ ഉണ്ട്, അവരെ കണ്ടുപിടിക്കാൻ നടക്കാം. അടിവേടിച്ച് കൂട്ടരുത്. ഉത്സവം തന്നെയല്ലേ? അത് തന്നെ. മറ്റേ
താഴെ ഇറങ്ങാം. അപ്പൊ നമുക്ക് താഴെ ഉണ്ട് വലിയ സ്റ്റോളുകള്. ആ ഞാൻ കണ്ട്. ഇത് എൻട്രൻസാ. അമ്പലം ഒത്തിരി പോണം. അങ്ങ് പാലവും കഴിഞ്ഞ് പോണം. തേഞ്ഞു കഴിച്ച് തേഞ്ഞു. പുള്ളി വിചാരിച്ച് ഇവിടെ കാണാണെന്ന്. ഇത് ഒരു തുടക്കം മാത്രം. ഇത് വെറും തുടക്കം മാത്രം കഴിച്ച്. അയ്യോ വൻതിരക്കാടെ വൻതിരക്കാ. ഇവിടെ വരെ വന്നല്ലേ, കണ്ടിട്ട് പോയാതി. ഇനി ഇവിടെ അവരുടെ ബാമ്പൂന്റെ സാധനങ്ങളുണ്ടോ, ചവിട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. മിക്കവാറും വേണ്ടി വരും. ഇവിടൊക്കെ ഉണ്ട് അമ്പലങ്ങള്. ആ ഉത്സവങ്ങള്. എനിക്കൊരു അതെത്രാന്നും ചോദിച്ചേപ്പേ. 350 डिस्काउंट हो जाएगा लेने से। എത്രയുള്ള അതോ? बड़ा वाला बड़ा वाला कितना? ये उसका है, ये बताइए। हाँ 400. കപ്പലണ്ടി കിട്ടുന്നില്ല. അവിടെ നിൽക്കി, ഞാൻ എടുക്കട്ടെ. ഒരു ചുമന്ന കപ്പലണ്ടി ഇല്ലേ? സൂപ്പർ കപ്പലുണ്ട്, പക്ഷെ ഇച്ചിരി ഉപ്പിടണമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ എന്തോ ഒരു ഫുഡ് ഐറ്റമാണ്. ഇതിപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ പാൽപ്പായസം ഇല്ലേ, അത് തന്നെ. പാൽപ്പായസമൊക്കെ കഴിച്ച് നമ്മളിനി പ്രധാനമായിട്ടുള്ള ശ്രീകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടത്തേക്ക് ശ്രീകോവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിന്ന് കാണാനൊക്കെ പറ്റും, ഉള്ളിൽ കയറാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ശ്രീകോവിലിനകത്ത് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ ശ്രീകോവിലിന് ചുറ്റുമുള്ള ആ ഒരു മണ്ഡപമാണ്. അപ്പോൾ അതിനകത്ത് ഇവരുടെ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ശ്രീകോവിലും വരും. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള മണ്ഡപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഗരുഡൻ്റെ പ്രതിമയാണ്. അപ്പോൾ ആ ഒരു പ്രതിമ പ്രധാനമായിട്ടും വിഷ്ണുവാണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ശ്രീകോവിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലുള്ള ഗരുഡൻ, അതാണ് ഇവിടുത്തെ ആ ഒരു പ്രതിമയുടെ മുന്നിൽ ആ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പം ഇതെന്തോ ഒരു വിൽപ്പാട്ട് പോലത്തെ ഒരു പാട്ടോ പ്രോഗ്രാമോ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ പ്രധാനമായിട്ടുള്ള ആ ഒരു ശ്രീകോവിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകോവിലിൽ നല്ല തിരക്കാണ്. ആ ഒരു തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു ഗർഭഗൃഹം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. പക്ഷേ ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ പ്രവേശനമുണ്ട്, അടുത്ത് നിന്ന് കാണാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ശ്രീ ശ്രീ ഓനിത്രി സത്ര അവിടുത്തെ ഉത്സവമൊക്കെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതേ ഇവിടെ കപ്പലിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. വേണ്ട അച്ഛനുമില്ല. ആ നല്ല സൂപ്പർ കപ്പലുണ്ട്, നല്ല സൂപ്പർ ജിലേബി, അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട്, വൈബ് ഉണ്ടായിരുന്നു ആ ഉത്സവത്തിന്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട് യാത്ര തുടരാം.
നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിരിക്കേണ്ട ഡെസ്റ്റിനേഷൻ്റെ പട്ടികയിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മജുലി ഉള്ളത്. കാരണം അത്രയ്ക്ക് പീസ്ഫുൾ ആയിട്ടുള്ള കാമാൻ ക്വയറ്റായിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ശരിക്കും കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദ്വീപ് ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ദ്വീപ് ഉണ്ടാകുന്ന സമയത്ത് അത്രയും തന്നെ 1/3 മാത്രമേ ഉള്ളൂ. അപ്പം റിവർ സൈഡ്, അതായത് ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൺസൂണൊക്കെ ആകുമ്പോഴത്തേക്ക് റിവർ നന്നായിട്ട് ഇനി എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഇറോഷൻ വന്ന് എത്ര കാലം കൂടി ഈ ഒരു നദി ഇങ്ങനെ അല്ലെങ്കിൽ ഈ ദ്വീപ് ഇങ്ങനെ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും അതിനു മുമ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലമൊക്കെ കണ്ടിരിക്കുക. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളായിരിക്കും. ടെക്നിക്സ് ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, അരുണാചലിലൊക്കെ വീട് പൊക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ. അതിലും ഉയരത്തിലാണ് പല സൈഡിലും വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് അതിനകത്ത് ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവർക്കത് നോർമലാണ്. അവർക്കത് യൂസ്ഡാണ്. കാശ്മീരിൽ ഒരു 6 മാസം മഞ്ഞ് വീഴുമെന്ന് പറയുന്നത് പോലെ ഇവരതുമായിട്ട് യൂസ്ഡാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മജുലിയിൽ തന്നെ ഒരു 300ഓളം അടുപ്പിച്ച് ഗ്രാമങ്ങളുണ്ടെന്നാണ് റിസർച്ചിൽ കിടക്കുന്നത്. അതിൽ പകുതി കൂടുതൽ ആളുകളും പല തരത്തിലുള്ള ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പലതും നിങ്ങൾ കണ്ടു. ഇപ്പോഴേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ തീരദേശം പോലെ. അതെ, ഇത് ഫിഷിംഗ് ആണ്. പക്ഷെ അവർ ഫിഷിംഗ് മാത്രമല്ല ചെയ്യുന്നത്. അവരുടെയൊക്കെ വീടുകളുടെ ഫ്രണ്ടിൽ നമുക്കൊരു കണ്ടോ ഒരു ചെറിയ നെയ്ത്ത് ശാലകളുടെ കൂടെ ഉണ്ട്. അതായത് ഇവരുടെ ഉണ്ടാവുന്ന ചിലവുകൾ പകുതിയും ഇവർ തന്നെ എന്ത് ചെയ്യാൻ നോക്കുന്നുണ്ട്, കവർ ചെയ്യാൻ. ഇതെല്ലാം കണ്ട ചെറിയ ചെറിയ നെയ്ത്ത് ശാലകളാണ്. അതുപോലെ തന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും വീടുകളിൽ നടത്തിയിട്ടില്ല. വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. കന്നുകാലി പരിപാലനം കൂടെയുണ്ട്. അതുപോലെ തന്നെ നല്ല അതറിയാലോ, ഈ റിവർ സൈഡൊക്കെ നല്ല ഫലപുഷ്ടമായ മണ്ണാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൃഷിയും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ എത്തണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗുവാഹത്തി എയർപോർട്ടാണ്. ആസാമിലെ അടുത്ത് തന്നെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ 2-3 ട്രെയിനുണ്ട് ഗുവാഹത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഗുവാഹത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പോകേണ്ട ജോർഹട്ടിലേക്കാണ്. ജോർഹത്തിൽ നമുക്ക് ഫെറി കിട്ടും. ബ്രഹ്മപുത്രയിൽ കൂടിയുള്ള ഒരു ഫെറി അതിമനോഹരമാണ്. പക്ഷേ ഞങ്ങൾ ശരിക്കും അതുവഴി അല്ല വന്നത്. ഞങ്ങൾ നോർത്ത് സൈഡിൽ കൂടെയാണല്ലോ വന്നത്. അപ്പോൾ ഞങ്ങൾ ലഖിംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഫെറിയിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൻസിരി റിവറിൽ ആ ഒരു ഫെറി ആയിരുന്നു. എന്നിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കാഴ്ചകളും മറ്റും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. അപ്പം മെയിൻ റൂട്ടിൽ മജുലിയിലേക്ക് വരുന്നവർ ജോർഹട്ടിൽ ഇറങ്ങിയിട്ട് ജോർഹട്ടിൽ നിന്ന് ഫെറി ക്യാച്ച് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ്, മജുലിയിലെ ഫുഡും അല്ലെങ്കിൽ ഇവിടുത്തെ ഫിഷ് താലി എന്നൊക്കെ പറയും, അത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത് സ്കൂളാണ്. നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്കൂളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ വരുന്നവർ നമ്മുടെ ജോർഹട്ടിൽ ഇറങ്ങി അവിടുന്ന് ഫെറി ക്യാച്ച് ചെയ്യുക. അപ്പോൾ ജോർഹട്ടിൽ തന്നെ ഒരുപാട് ഫിഷിംഗ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. നമ്മുടെ മജുലിയിൽ നിന്ന് പിടിക്കുന്ന ഫിഷൊക്കെ തന്നെ ഒരുപാട് പ്രോസസ്സിങ് സ്ഥലമാണ് നമ്മുടെ ജോർഹട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആസാമിലെ ട്രഡീഷണൽ താലി കിട്ടും, ഫിഷ് താലി കിട്ടും. മജുലിയിലെ ഫിഷൊക്കെ പിടിച്ച് ബ്രഹ്മപുത്രയിലെ ഫിഷൊക്കെ പിടിച്ചിട്ടുള്ള ഫിഷ് താലി കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന വളരെ നന്നായിരിക്കും. അങ്ങനത്തെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 സൈഡിലായിട്ടും ഒരുപാട് വീടുകൾ, അതിനോട് ചേർന്ന കടകളും, അതിനോട് തന്നെ ആ കടയോട് ചേർന്ന് തന്നെയാണ് കൈത്തറി കാര്യങ്ങളൊക്കെ, ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടിയാണ് താമസിക്കുന്നത്. ഓപ്പൺ സ്പേസുകളിൽ, അതായത് ഇതുപോലുള്ള കൃഷി സ്ഥലങ്ങൾ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം തരത്തിലുള്ള, അതായത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസും കാര്യങ്ങളോ വെജിറ്റേഷനും കാര്യങ്ങളോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു ചായ, അതായത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ചായക്ക് 10 രൂപ. ഭയങ്കര വിലക്കുറവാണ്. കാരണം നമ്മൾ നേരത്തെ കവർ ചെയ്ത സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ആസാമിൽ എല്ലാ സാധനങ്ങൾക്കും പച്ചക്കറി വളരെ ലോ റേറ്റിലുള്ളൊരു ഏരിയ ആണ് ആസാം എന്ന് പറയുന്നത്. അതെ, എല്ലാം ഭയങ്കര വിലക്കുറവായിട്ടുള്ള ഇത്. അതുപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ കുറേ കൂടെ നമുക്ക് നമ്മളുടെ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അത് പറ്റുന്ന ഒന്നാണ്. എൻ്റെ അവൾ ഉറങ്ങി എണ്ണീക്കുകയാണ്. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉണർത്താൻ നോക്കുകയാണ്. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബൈക്കിൽ കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. എന്തായാലും നല്ല തണലുള്ളത് കൊണ്ട് നമുക്ക് വലിയ ക്ഷീണമൊന്നും അങ്ങനെ തോന്നുന്നില്ല.
നമ്മളിനി ഇവിടുന്ന് എക്സിറ്റ് ആവണമെങ്കിലും ഫെറി പിടിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മറ്റേ മറു സൈഡിലേക്ക് എത്തണം, ജോർഹട്ട് മേഖലയിലേക്ക് എത്തണം. പക്ഷേ നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങൾ നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബൈ റോഡ് തന്നെ എക്സിറ്റ് ആകാൻ പറ്റും. അങ്ങനെ ബൈ റോഡ് എക്സിറ്റ് ആവണമെങ്കിൽ കുറേയധികം കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാലത്തെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മജുലി ഏരിയയെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം മജുലി അങ്ങനെ കാണണം എന്നുള്ളവർക്ക് ഒരു ദിവസം വണ്ടിയെടുത്ത് ആ ഒരു അവിടെ പോയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബോഗിബീൽ ബ്രിഡ്ജ് എന്ന് പറയും, ആ ബ്രിഡ്ജിൻ്റെ അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്യാം. കുറേയധികം കിലോമീറ്റർ ഉണ്ട്, 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. പക്ഷേ വർത്ത് റൈഡിങ് ആണ് ആ ഒരു മേഖല എന്ന് പറയുന്നത്. കാരണം നമ്മൾ മജുലിയിൽ തന്നെ നമ്മൾ വന്ന് താമസിക്കുന്ന പല റിസോർട്ടുകളിലും നമുക്ക് ഇതുപോലെ തന്നെ റെന്റ് ബൈക്കുകൾ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഗോവയിലൊക്കെ പോകുന്നവർക്ക് അറിയാം, ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഇങ്ങനൊരു ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഹംപി പോയപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൈക്കിളുണ്ട്, ഞങ്ങൾ ഇന്നടുത്ത് തന്നെ സൈക്കിളുണ്ട്, 2 വീലറുണ്ട്. അതുപോലെ തന്നെ ഇനി അതെല്ലാം മോർ പെയ്ഡ്, നിങ്ങൾ നമ്മുടെ പേയ്മെന്റ് അനുസരിച്ചാണ് ടാക്സി സർവീസ്. ഇവിടെ ഇല്ലാത്ത സർവീസുകളൊന്നുമില്ല, നമ്മുടെ മെയിൻലാൻഡിൽ കിട്ടുന്ന എല്ലാ സർവീസിലും ഇവിടെ തൂൺ അടിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ മുകളിലേക്ക് ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് തൂൺ അടിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബാംബു ഫോറസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ ബാംബു ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞാൽ അവരതിനെ കാലാവധി തീരുന്നതിന് മുമ്പ് അതിനെ കൊണ്ടുപോയി അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിനെ വീടാക്കാണ് നമ്മുടെ. നമ്മൾ മജുലിയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങി നല്ല ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെയും നമ്മുടെ ബ്രഹ്മപുത്ര റിവറിൻ്റെ നല്ലൊരു വ്യൂ കിട്ടിയിട്ടില്ല. നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്, നമ്മൾ പോകുന്ന വഴിയാണല്ലോ, അപ്പോൾ നമുക്ക് ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാപ്പിൽ നോക്കിയപ്പോഴേക്കും അവിടെ നമ്മുടെ ബ്രഹ്മപുത്ര റിവറിനൊരു അടിപൊളി ഒരു സ്പോട്ടായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെഡ് എൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്നാണ് നമ്മുടെ ലോക്കൽസ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്ത വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കൽസിനോട് ചോദിച്ചിട്ടാണ് പോകുന്നത്. അതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ഈ മേഖലയിലേക്ക് തന്നെ ഗൂഗിളിനെ വിശ്വസിക്കാൻ പറ്റില്ല, അത്രത്തോളം ആക്യുറസി ഉണ്ടാവും ഗൂഗിളിൽ നിന്ന് പറയാൻ പറ്റില്ല. അത് ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ വരാനേ നമുക്ക് പറ്റത്തില്ല, ഫെറിയിൽ കൂടി വരാനേ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒറ്റയടിയിൽ പാതയിൽ കൂടി നീണ്ടു നടക്കുകയാണ്. നമ്മുടെ ചുറ്റുമല പോയില്ലേ, അതുപോലെ ഉണ്ട്. നല്ല രസമുള്ള ഒരു ഒറ്റയടി പാത, വളരെ മനോഹരമായിട്ടുള്ള ഒറ്റയടി പാത. ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നത്, ബൈക്കിൻ്റെ പാടൊക്കെ ആ ബൈക്ക് പോയ ഇതൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ബ്രഹ്മപുത്ര നദി അവിടെ ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മപുത്ര നദിയുടെ ഒരു ഫസ്റ്റ് വ്യൂവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വ്യൂ അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂവിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് സൂപ്പർ നല്ല കാഴ്ചകളാണ് ഇവിടെ. എന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇത് ഞങ്ങളുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ്. പോട്രി വില്ലേജുകളൊക്കെ കണ്ടതിന് ശേഷം ദേ ഇതാ നിങ്ങൾക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു വിശാലമായ ബ്രഹ്മപുത്ര. സൂപ്പർ അല്ലേ? ഇത് കാണാൻ പറ്റുന്നില്ല എത്ര എവിടം വരെ ഉണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, ഒരുതരം വെളുത്ത സാൻഡാണ് ഇവിടെ കാണുന്നത്. അതാണ് ആ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നത്. ഞങ്ങള് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഹലോ, അടിപൊളിയല്ലേ? ഒരു നാടിന് മൊത്തം വെള്ളം കൊടുക്കാൻ നദിയെ കണ്ടാ പറയൂ. നാടിനെ മൊത്തം എടുത്തോണ്ട് പോകുന്നത്. അതെ, കണ്ണു എന്ത് ചെയ്യാൻ പോവാടാ? മുട്ട തിന്നാൻ പോവാന്നോ? നമ്മുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഇനി യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ബോഗിബീൽ ബ്രിഡ്ജ് എന്ന് പറയും. ഇന്ത്യയിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ് നമ്മുടെ ബോഗിബീൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ടിൻസുകിയ, ആസാമിൽ തന്നെ ടിൻസുകിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എത്രയ്ക്ക് എത്തുമെന്ന് അറിയില്ല, കാരണം ബോഗിബീൽ എത്താൻ തന്നെ 100 കിലോമീറ്റർ അധികമുണ്ട്. റോഡ് കുറച്ച് മോശമാണെന്നവർ പറയുന്നുണ്ടായിരുന്നു, കാരണം കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട്. നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന പുതിയ റോഡാണ്, കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മോശം റോഡുണ്ടാവും, അപ്പോൾ റോഡ് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. എത്രത്തോളം നമുക്ക് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് സെറ്റിൽമെന്റ് ഉള്ള സ്ഥലങ്ങളിൽ വളരെയധികം തിക്കായിട്ട് സെറ്റിൽമെന്റ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് അവരുടെ കൃഷി സ്ഥലങ്ങളാണ്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുഴ ജസ്റ്റ് വെള്ളം കൂടുന്ന സമയത്ത് കയറുന്നിടമാണ്. സൈഡ് മാറി ഇപ്പോൾ ഒഴുകുന്നത് കൊണ്ട് മാത്രം കളിസ്ഥലമായിട്ട് യൂസ് ചെയ്യണമെന്നാണ് ഇവർ
പിള്ളേരുടെ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് തോന്നില്ലേ? അതെ, ക്രിക്കറ്റ് കളിക്കുന്ന കൃഷിയായിട്ട് ഫ്രണ്ടിലേക്ക് റോഡ്, ഇവർ ഈ റോഡ് പണിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പ്ലെയിനായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. രണ്ട് സൈഡും ഒറ്റ പ്ലെയിനാണ്. അതിൻ്റെ നടുഭാഗത്തേക്ക് മണ്ണ് ഇട്ട് പൊക്കിയാണ് അവർ ഈ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ കണ്ടോ, ഇടയ്ക്കിടയ്ക്കെല്ലാം പാച്ചസ് കാണാൻ പറ്റും. പണിയും കാര്യങ്ങളും നടക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം നല്ല ക്വാളിറ്റി റോഡുകളാണ് പണിഞ്ഞിട്ടേക്കുന്നത്. ഒരു 3-3:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ആ സ്കൈ കണ്ടോ, ചെറിയൊരു മഴക്കാർ പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സന്ധ്യയാവുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ചെല്ലണം. പക്ഷെ റോഡ് മോശമാണെങ്കിൽ ആണ് നമ്മളുടെ കണക്കൂട്ടലുകൾ മുഴുവനായും തെറ്റുന്നത്. ഹൈവേ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഇതുപോലത്തെ ഒറ്റയടി പാതയാണെങ്കിലാണ് ബുദ്ധിമുട്ട് വരിക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്കിതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് അതാണ് ഈ ടാക്സി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയിടാണ്ട് ഒരു കാര്യമില്ല. കാരണം അവർക്ക് റെഗുലർ പോകുന്നത് കൊണ്ട് എല്ലാ വഴിയും അറിയും. ഇതല്ലെങ്കിൽ മറ്റൊരു വഴി അവർ എത്തിക്കും. നമ്മളിങ്ങനെ ചോദിച്ചും പറഞ്ഞും അവിടെ എവിടെയെല്ലാം കൺസ്ട്രക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. ടാറില്ല, റോഡ് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണല്ല, മണലാണെന്ന് വേണം പറയാൻ. ഇവിടുത്തെ മണലേ കിട്ടത്തില്ല. ഇവിടുത്തെ നദിയിൽ നിന്ന് എടുക്കുന്ന മണല, എല്ലാം മണലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഇത് കണ്ടോ, ഇതെല്ലാം ഒരു വീടുകൾ പൊക്കി വെച്ചിരിക്കുകയാണ്. ഇൻ കേസ് വെള്ളം വന്നാലും അവർക്ക് സൗകര്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതി. അങ്ങനത്തെ ഇവിടുന്ന് തുടങ്ങി ഞങ്ങളുടെ പണി. പക്ഷെ നമ്മുടെ ഈ ആസാമിൽ ആകെപ്പാടെ മോശമായിട്ട് കിട്ടുന്ന ആ ഒരു ഈ ഒരൊറ്റ സ്ട്രെച്ച് മാത്രമേ ഉള്ളൂ. ഇതുവരെ നമുക്ക് ആസാമിൽ കിട്ടിയ നല്ല സൂപ്പർ റോഡ് നമ്മൾ ആസാമിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഗ്രാമീണ റോഡിലാണെങ്കിൽ ഇപ്പോൾ നല്ല ക്വാളിറ്റി റോഡുകളാണ് നമുക്ക് ആസാമിൽ കിട്ടിയത്. ദിബ്രുഗഡ് ജാനേക്ക് ഏക് ഹി രാസ്ത ഹൈ നാ? ये कच्चा रोड कहाँ पे है, किस तक? ये रोड है ना, कितनी दूर है ये बुरा वाला रोड? നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന റോഡില്ലേ, മജുലിയിലേക്ക് എത്തിയ റോഡില്ലേ, അപ്പോൾ അതുപോലെ തന്നെ മണൽ അടിച്ചു കിടക്കുന്ന റോഡുകളാണ് ഇത്. പക്ഷേ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് അവരടിച്ചിട്ടാണ്, അവരെ റോഡ് പൊക്കുകയാണ്. കണ്ട ആ താഴെ നിന്ന് ഹൈറ്റ് കണ്ട അവർ പൊക്കി, അത്രയും മണ്ണിട്ട് പൊക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ വന്നത് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് അവർ പൊക്കിയെടുത്ത റോഡിൽ കൂടിയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതുവഴി വരുന്നവർക്ക് ഈ ഒരു കാഴ്ചയായിരിക്കില്ല കാണുക. നല്ല റോഡായിരിക്കും അവർക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് കാണാനായിട്ട്. റൂറൽ മേഖലയിലൊക്കെ തന്നെ ഗവൺമെൻറ്റുകൾ നല്ല ക്വാളിറ്റി റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് കാണുമ്പോഴേക്കും നമുക്കൊരു സന്തോഷമുണ്ട്. ഇനി വരുമ്പോഴും നല്ല റോഡുകൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഭയങ്കര പാടാണ് ഹാൻഡിൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മണലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടത്തില്ല, അടിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ട്രാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും വണ്ടി തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എവിടെയെങ്കിലും വെള്ളം നനവുണ്ടെങ്കിൽ ഈ മണ്ണ് അടിച്ചിട്ടുന്ന ഭാഗത്ത് ചിലപ്പോൾ നനവുണ്ടാകും. ഉള്ളിൽ നിന്നൊക്കെ എടുത്ത്, ഉള്ളിൽ നിന്നൊക്കെ എടുത്ത മണലാകുമ്പം നനവൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ് വണ്ടി കൺട്രോൾ ചെയ്യാനൊക്കെ തന്നെയായിട്ട്. അങ്ങനെ ഏകദേശം 40 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ആ മോശം റോഡെന്ന് പറയുന്നത്. ബാക്കി നമുക്ക് 50-50, പകുതി മോശം റോഡും പകുതി നല്ല റോഡും കിട്ടി. എന്തായാലും ആസാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോഗിബീൽ പാലത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, നമ്മുടെ അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങളൊന്നാണ് നമ്മുടെ ബോഗിബീൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഏകദേശം 5 കിലോമീറ്ററോളം നീളമുണ്ട് നമ്മുടെ ബോഗിബീൽ ബ്രിഡ്ജിന്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഇതുപോലെ നമ്മുടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളൊരു പാതയും അടിയിൽ നമ്മുടെ ട്രെയിനിന് പോകാനുള്ള ഒരു ഇരട്ടപ്പാതയുണ്ട്. അപ്പോൾ അങ്ങനെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. വളരെ നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയത്. ഇതിൻ്റെ അടിയിൽ കൂടി ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം നമുക്കത് കാണാനില്ല, ഒരു അതിൻ്റെ ടൈമിംഗ് അല്ലല്ലോ. അപ്പോൾ ഈ ബ്രഹ്മപുത്ര കടക്കുക എന്ന് പറയുന്ന ചടങ്ങാണ്. ഇങ്ങോട്ട് അരുണാചൽ പ്രദേശിൻ്റെ ആ ഭാഗങ്ങളിലോട്ടൊക്കെ തന്നെ ട്രൂപ്സിനെ എത്തിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തായാലും 2018 നമ്മുടെ പ്രധാനമന്ത്രി ഇനാഗുറേറ്റ് ചെയ്ത ഒരു പാലമൊക്കെയാണ്. നല്ല സൂപ്പർ പാലം, നല്ല ക്വാളിറ്റി പാലം എന്നൊക്കെ പറയാം. കണ്ടോ എത്ര പെട്ടെന്ന് സന്ധ്യയായി നോക്കിക്കേ. അപ്പോൾ ഇവിടുത്തേക്ക് ഒരു അവസ്ഥ അതാണ്, ഭയങ്കര പെട്ടെന്നാണ് സന്ധ്യ ആവുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അടിപൊളി ഒരു സൺസെറ്റ് വീണ്ടും കിട്ടി. കാരണം ഓപ്പൺ സ്പേസും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല സ്പീഡിനാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നിർത്തി എടുക്കാൻ ഒക്കില്ല. കാരണം സന്ധ്യ കൂടി ആയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്റ്റേ ഒന്നും നേരത്തെ കാലക്കുട്ടി ബുക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെന്നിട്ട് അവിടെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളുടെ ഷോർട്ടേജും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമുക്കത് റീഫിൽ ചെയ്യാൻ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് സേഫ് അല്ല യാത്രയിൽ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതേ.
ഇവിടെ അതുകൊണ്ട് നമുക്കതിന് നിൽക്കാൻ ഒക്കില്ല. അപ്പം കുറച്ച് ലേറ്റായി, കാരണം ആ റോഡ് പണിയാണ് നമ്മളുടെ ടൈമിങ് മൊത്തവും കളഞ്ഞത്. അവിടെ ഇവിടെ ബ്ലോക്കൊക്കെ ആക്കിയിട്ട് നമ്മൾ കുറേ സമയം അങ്ങനെ അതിനകത്ത് പോയി കിട്ടി. അതെ, ഇപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു പാലമാണ്, കാര്യമൊക്കെയാണ്, പക്ഷേ ഇവിടുത്തെ ഒരു ലൈറ്റ് പോലും കത്തത്തില്ല. ഞാനത് ഒന്നും കത്തിയതായിട്ടേ ഞാൻ കണ്ടില്ല, കാരണം ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ വണ്ടി ഒതുക്കി ഓഫ് ചെയ്ത് നിൽക്കുന്നവരെ നമ്മൾ പെട്ടെന്ന് കാണത്തില്ല. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സൺസെറ്റായിരുന്നു കണ്ടത്. അടിപൊളി, സൂപ്പറായിരുന്നു, പറയാൻ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പോഴും കണ്ടോ, ഒരു ലൈറ്റ് പോലും കത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ഓരം പിടിച്ച് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നം വരും. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ തൊപ്പി പറന്നു പോവുകയും പിന്നെ ഞങ്ങളത് എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി, ആകെപ്പാടങ്ങും അല്ലാതെ ആയിപ്പോയി. ഏതായാലും അടിപൊളി കാഴ്ചകളായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഇനി നമുക്ക് ചെന്നിട്ട് ഒരു റൂം സംഘടിപ്പിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ദിബ്രുഘട്ടിലാണ് ഉള്ളത്. നമ്മൾ തിൻസുഹിയയിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ രാത്രിയായി, ഇനിയിപ്പം അതുകൊണ്ട് യാത്രയൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. ഒരു 50 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇവിടെ ഒരു മാർക്കറ്റിൽ അരി, പഞ്ചസാര, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ റീഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മളെടുത്ത റൂമിൻ്റെ വിശേഷമൊക്കെ കാണിച്ചു തരാം. അപ്പം അത്രയല്ലേ ഉള്ളൂ. പർച്ചേസ്. ഓക്കെ,